പണ്ടേ നമ്മൾ ഈ കോസ്മെറ്റിക് സർജറിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി പൈലറ്റാണ്. അപ്പം പുള്ളിക്കാരന് അന്ന് ഇവർക്ക് ഈ എല്ലാ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്യണം, ഓരോ ഫ്ലൈറ്റിന് മുന്നേ ടെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ ഇവർ ഗ്രൗണ്ടഡ് ആക്കും. ഗ്രൗണ്ടഡ് ആക്കി കഴിഞ്ഞാൽ മറ്റേ 2 മാസത്തെ സാലറി കൊടുക്കും, പിന്നെ മറ്റേ അസുഖം മാറിയില്ലെങ്കിൽ പിരിച്ചു വിടും. അങ്ങനെയാണ് ഇവരെ നടത്തുന്നത്. അപ്പോൾ പുള്ളിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം വന്ന്, ഈ തൈറോയിഡ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ. അപ്പോൾ അത് ഇന്ത്യയിൽ അന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്സ് കാണും. മാർക്സ് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഗ്രൗണ്ട് ചെയ്യും, പിന്നെ അവർക്ക് ഒരിക്കലും ഫ്ലൈറ്റ് ഓട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി അന്ന് ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി ഇതേപോലെ സിംഗപ്പൂർ എവിടെ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്, തൈറോയിഡ് സർജറി. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഏതോ സർജൻ വന്നിട്ട് അന്ന് ഒരു 15 വർഷം 17 വർഷമൊക്കെ ആയി കാണും, ഈ മറ്റേ ഇത് ഗ്ലൂ ചെയ്യും, സർജറി ചെയ്തിട്ട് ഗ്ലൂ ചെയ്യും. അപ്പം അറിയില്ല. ഇപ്പം നമ്മളെ ദേഹത്തൊരു സർജറി ചെയ്തെന്ന് മാർക്ക് കണ്ടല്ലേ കണ്ടുപിടിക്കുന്നത്. അത്രയ്ക്ക് സ്കിൻ പെർഫെക്റ്റ് ആയിട്ട് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ. പുള്ളി ഇപ്പോഴും ഫ്ലൈ ആണ് എന്ന് വെച്ചാൽ തൈറോയിഡ് ആയതുകൊണ്ട് മരുന്ന് കഴിച്ചാൽ തൈറോയിഡ് നോർമൽ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റ്. പിന്നെ നമുക്ക് മറ്റേ തൈറോയിഡ് ഗ്ലാൻഡ് ഇല്ലെന്നുള്ളത് നമ്മൾ അറിയത്തില്ല. അപ്പം പക്ഷെ അന്ന് അത്രയും പൈസയായി അവിടെ പോയി അത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അന്നേ പറഞ്ഞ പോലെ ഈ ടെക്നോളജി ഉണ്ട്, പക്ഷെ അന്ന് കോസ്റ്റ്ലി ഉള്ള ആൾക്കാരിലേക്ക് അത് ഇറങ്ങില്ല. പക്ഷെ ഇപ്പം ഇൻസ്റ്റാഗ്രാം ചാനൽസ് ഉണ്ട്. അതായത് ഇപ്പം ജാൻവി കപൂർ എന്ത് ചെയ്തു, അനുഷ്ക എന്ത് ചെയ്തു. പണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇവരൊക്കെ ഇത് ചെയ്തിട്ടാണ് ചെയ്യണം. അതൊന്നും അല്ല, എല്ലാം കോസ്മെറ്റിക് പോയി സർജറി ചെയ്തിട്ടാണ്. ഇപ്പം എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നത്, ചേച്ചി എന്തെങ്കിലും വെയിറ്റ് ലോസ് മെഡിസിൻ കഴിച്ചോ, വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ് ചെയ്തോ. പക്ഷേ ഈ 3 മാസം ഞാൻ ജിമ്മിൽ പോയിട്ടാണ് എൻ്റെ ഈ ഒരു 66 ഞാനിപ്പോൾ 57 വന്നിരിക്കുന്നത്.